ഹായ് ഹോൾ വെൽക്കം ടു IICT Astrack Institute of Commerce and Engineering Technology. മുൻപത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് പ്രൊഡക്ടിവിറ്റി, യൂണിറ്റ്സ് പെർ ടൈം ആൻഡ് ഡ്യൂറേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ. നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എങ്ങനെയാണ് അത് പ്രൈമറിയിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത്. ഫൗണ്ടേഷൻ ആൻഡ് കോളം എന്നുള്ള ഒരു ആക്ടിവിറ്റി എടുക്കുക. ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള റിസോഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ കാണാം ബഡ്ജറ്റഡ് യൂണിറ്റ്സ് എന്നുള്ളത്, അതുപോലെ തന്നെ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് പെർ ടൈം എന്നുള്ളത്. ഡ്യൂറേഷൻ എന്നുള്ളതാണ് 6 days എന്നുള്ളത്. ഇതാണ് ഡ്യൂറേഷൻ വരുന്നത്. ഓരോ ആക്ടിവിറ്റിക്കും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബഡ്ജറ്റഡ് യൂണിറ്റും ബഡ്ജറ്റഡ് യൂണിറ്റ്സ് പെർ ടൈമും ഉണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു എന്താണ് യൂണിറ്റ്സ് എന്നുള്ളത്. ഇനിയും സിമ്പിളായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് കിട്ടുന്ന ഒരു BOQ ഉണ്ടാവില്ലേ, ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്നുള്ളത്. അതിൽ നമ്മളൊരു കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാവും. ആ ഒരു ഐറ്റത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ മാൻ പവറിൻ്റെ കേസിലാവുമ്പോൾ നമ്മൾ എന്താണ് പറയുക, ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാൻ പവർ എന്നുള്ളതും അത് 10 days ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി, അതായത് യൂണിറ്റ്സ് പെർ ടൈം എന്ന് പറയുന്നത് ആ ഒരു വർക്ക് 10 days ആണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ആ ഒരു യൂണിറ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതുമാണ് നമ്മുടെ യൂണിറ്റ്സ് പെർ ടൈം എന്നുള്ളതും. അത് സിമ്പിളായിട്ട് ഇത്ര പറയാനുള്ളൂ. ഇത് മനസ്സിലാവാത്തവർ ആ മുന്നത്തെ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ബഡ്ജറ്റഡ് കോസ്റ്റ് എന്നുള്ളത്. ഈ ഒരു കോസ്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതായത് നിങ്ങൾ ഈ റിസോഴ്സ് ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്മുടെ ഓരോ ഐറ്റത്തിനുള്ള റേറ്റ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ടല്ലേ. അതായത് ഇവിടെ കോൺക്രീറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 6500 ആണ് പെർ ക്യൂബിക് മീറ്റർ. നമ്മുടെ ആക്ടിവിറ്റിയിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് കോൺക്രീറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 60 ക്യൂബിക് മീറ്റർ ആണ് ഇൻറ്റു 6500, അതായത് 390,000 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റഡ് യൂണിറ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതായത് ഈ ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത് ഈ ഒരു ഡ്യൂറേഷൻ ഈ ഒരു ഫൗണ്ടേഷൻ ആൻഡ് കോളത്തിൻ്റെത് 6 days ആണല്ലേ. അപ്പോൾ 6 ഇൻറ്റു പെർ ഡേ എത്രയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, 10 hours ആണല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6 × 10 16. ആ ഒരു എഞ്ചിനീയർ ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ടോട്ടൽ വർക്ക് ചെയ്യുന്ന ഹവേഴ്സ് ആണ് 16 എന്ന് പറയുന്നത്. അതിൻ്റെ പെർ ഡേ എന്ന് പറയുന്നത് ഒരു ദിവസം 10 മണിക്കൂർ വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് 16 × 115 × 10 ആ ഒരു എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 60 × 150 9000 എന്നുള്ളതിൽ യൂണിറ്റ്സ് കാണുമ്പോൾ മെറ്റീരിയൽസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് യൂണിറ്റ്സ് കൊടുത്തിട്ടുള്ളത് അതാണ് വരിക. അതായത് ഈ ഒരു 60 ക്യൂബിക് മീറ്റർ എന്നുള്ളതാണ് ഈ ഒരു ഫൗണ്ടേഷൻ ആൻഡ് കോളത്തിന് ടോട്ടൽ ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് പെർ ഡേ ഇടുന്നത് 10 ക്യൂബിക് മീറ്റർ ആണ് നമ്മൾ ഇടുക. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു 16 × 6500 എന്നുള്ളതും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ബഡ്ജറ്റഡ് കോസ്റ്റ് വരുന്നത്. അതുപോലെ ഹെൽപ്പറോ മെയ്സനോ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ മാൻ ഹവേഴ്സ് ആണ് പറയുന്നത്. 10 hour വെച്ചുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് എത്ര മാൻ പവർ വേണം എന്നുള്ളത്. ഇത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്കിത് മാറ്റാം. അടുത്ത സ്റ്റേജായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മൾ കോൺക്രീറ്റിന് 60 ക്യൂബിക് മീറ്റർ ആണ് നമ്മുടെ ക്വാണ്ടിറ്റി എന്നുള്ളത്. അപ്പോൾ 60 എൻട്രി ചെയ്യുക. അതുപോലെ തന്നെ എൻജിനീയേഴ്സ് വേണ്ടത് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജായിട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി വരുന്നത് 60 ക്യൂബിക് മീറ്റർ ആവില്ല, നമുക്ക് 55 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ 55 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് യൂണിറ്റ്സ് പെർ ടൈം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റഡ് കോസ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഡ്യൂറേഷൻ ഒന്നും ചേഞ്ച് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺക്രീറ്റിൻ്റെ കേസ് പറഞ്ഞു. ഈ ഒരു കോൺക്രീറ്റ് നമുക്ക് 55 ക്യൂബിക് മീറ്റർ ആണ് നമുക്ക് സൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ ആൻഡ് കോളം എന്നുള്ള ബ്രേക്കപ്പിൽ നമ്മൾ അതിൽ സ്റ്റീൽ വർക്കും ഷട്ടറിങ് വർക്കും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ അതിൻ്റെ കോൺക്രീറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് വരിക, ഈ 55 ഡേ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ചെയ്യുക. നമ്മൾ പമ്പെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു ദിവസത്തെ വർക്ക് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് നമ്മൾ 6 days എന്നുള്ളത് ഒറ്റ വർക്കായിട്ട്, ഈ ഒരു ആക്ടിവിറ്റി ഒറ്റൊന്നായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു 55 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞത് ഈ ഒരു 6 daysലേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. നമ്മൾ കോൺക്രീറ്റ് എന്ന് മാത്രം ഒരു 1 day ആക്കി ബ്രേക്ക് ഈ ആക്ടിവിറ്റി ഇനിയും ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിൾ ആയിരിക്കും. ഇനി മുന്നോട്ടുള്ള വീഡിയോയിലൂടെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം അതെല്ലാം എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും എന്നുള്ളത്.